നമസ്കാരം. ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് വലിയ തിരിച്ചടികൾ. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിനുമില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയതിന് പിന്നാലെ പഞ്ചാബിൽ AAPയും തങ്ങൾ എല്ലാ ലോക്സഭാ സീറ്റിലും തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്ക് 40 സ്ഥാനാർത്ഥികളുടെ ചുരുക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും മുൻപ് തങ്ങൾ സർവേ നടത്തി വരികയാണ് എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ പറയുന്നത്. ബംഗാളിൽ കോൺഗ്രസിൻ്റെ കൈപിടിക്കില്ലെന്നും ദേശീയ തലത്തിൽ സഖ്യ തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിക്കുമെന്നും മമത പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കകമാണ് പഞ്ചാബിൽ AAPയുടെ ഈ പ്രഖ്യാപനം. കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ല. ബംഗാളിൽ ഒറ്റയ്ക്ക് പോരാടുമെന്ന് എപ്പോഴും പറയാറുണ്ട്. കോൺഗ്രസിന് മുൻപാകെ പല നിർദ്ദേശങ്ങൾ വച്ചെങ്കിലും അവർ തള്ളി. തൃണമൂൽ കോൺഗ്രസുമായി സീറ്റ് ചർച്ച നടക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞതിന് പിന്നാലെയാണ് മമതാ ബാനർജി നിലപാട് വ്യക്തമാക്കിയത്. രാഹുലിൻ്റെ യാത്ര ബംഗാളിലേക്ക് കടക്കാനിരിക്കെയാണ് മമതയുടെ നിലപാട് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. TMC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് തയ്യാറെടുക്കണമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് മതേതര പാർട്ടിയാണെന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗം തന്നെയാണെന്നും മമതാ ബാനർജി പറയുന്നുണ്ടെങ്കിലും സഖ്യം പൊളിഞ്ഞതായി തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ സഖ്യം ഉണ്ടാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പ്രതികരിച്ചു. BJPയുടെ സീറ്റുകൾ കുറയ്ക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും തൃണമൂലുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാവാണ്. ചില്ലറ അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കുമെന്നും KC അറിയിച്ചു. പഞ്ചാബിലെ AAPയുടെ തീരുമാനത്തിൽ കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തൃണമൂലിൻ്റെയും AAPയുടെയും തീരുമാനം ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും പ്രാദേശിക കക്ഷികളും തമ്മിലുള്ള തുടർച്ചയായ വടംവലിയുടെ ബാക്കിപത്രമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. സംസ്ഥാന തലത്തിലെ സീറ്റ് പങ്കിടൽ ചർച്ചയ്ക്കിടെ തൃണമൂലും AAPയും SP-യും ഒക്കെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നായക റോൾ വേണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് വലിയേട്ടൻ കളിക്കുന്നു എന്നാണ് ചില കക്ഷികളുടെ പരാതി. ബംഗാളിലും പഞ്ചാബിലും കോൺഗ്രസും ഭരണകക്ഷികളും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ അനന്തമില്ലാതെ തുടരുകയാണ്. ബംഗാളിൽ അധീർ രഞ്ജൻ ചൗധരി ആയാലും പഞ്ചാബിൽ അമരീന്ദർ രാജസിംഗ് വോറിംഗ് ആയാലും സംസ്ഥാന തലത്തിലെ സഖ്യത്തിന് എതിരാണെന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരവസരവും പാഴാക്കാറുമില്ല. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി കൂടി കണക്കിലെടുത്താണ് പ്രാദേശിക കക്ഷികൾ ഇപ്പോൾ നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ AAPയുമായി സഖ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് തനിക്ക് നിർദ്ദേശമൊന്നും തന്നിട്ടില്ല എന്നാണ് അമരീന്ദർ രാജസിംഗ് വോറിംഗ് പറഞ്ഞത്. 13 ലോക്സഭാ സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും AAPയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ ദുർബലമായിരുന്നു. പാട്നയിൽ ജൂണിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസും AAPയും പരസ്പരം പഴിചാരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. AAP സർക്കാരിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ കോൺഗ്രസ് ശക്തമായി എതിർക്കാത്തതാണ് അന്ന് AAPയെ ചൊടിപ്പിച്ചത്. പാൻ ഇന്ത്യ തലത്തിൽ സഖ്യം വേണമെന്നാണ് AAPയുടെ താൽപ്പര്യമെങ്കിലും കോൺഗ്രസിന് അത് അംഗീകരിക്കാൻ താൽപ്പര്യമില്ല. ഇതാണ് സഖ്യത്തിലെ വിള്ളലുകൾക്ക് മറ്റൊരു കാരണം. കൂടുതൽ പാർട്ടികൾ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി അടക്കം ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കും എന്നുള്ള ചില സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ AAPയുടെയും മമതാ ബാനർജിയുടെ തൃണമൂലിൻ്റെയും നിലപാട് എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറഞ്ഞെങ്കിലും സഖ്യസാധ്യതകൾ തള്ളിക്കൊണ്ടല്ല അവരുടെ പ്രതികരണം. അതാണ് കോൺഗ്രസിന് അല്പം ആശ്വാസം നൽകുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന അവസരത്തിൽ മമതാ ബാനർജിയും അതുപോലെ ആം ആദ്മി പാർട്ടിയും സഖ്യ സാധ്യതകളിൽ നിന്ന് അകന്നുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തൽ. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്.